മാർവൽ പുറത്തിറക്കിയ ക്രേവൻ ദി ഹണ്ടർ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സാമ്പാർ ഉണ്ടാക്കി തരാം വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടാക്കി വെച്ച് വിളമ്പിയ സാധനം സാമ്പാർ പോയിട്ട് ഒരു രസം പോലും ആവാതെ, എന്ന് വെച്ചാൽ ഒരു മോശം രസം പോലും ആകാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, അതാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ ജസ്റ്റ് ഒരു ആവറേജ് ഓക്കേഷ് എന്നൊക്കെ പറയാവുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടെങ്കിൽ അതിലൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പിന്നെ പെർഫോമൻസ് അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല. ഈവൻ റസൽ ക്രോൻ്റെ പെർഫോമൻസ് പോലും നമുക്ക് ഒരു റോള് എന്ന് നമുക്ക് ഫീൽ ചെയ്യാമെന്ന് പറയില്ലേ, ആ റേഞ്ചിലായിപ്പോയി. ഇമോഷൻസ് സിനിമയിൽ എന്തോ കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതും ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറയുന്നതും ഈ പറയുന്ന ഇമോഷനൊക്കെയാണ്. പക്ഷേ അതൊന്നും എവിടെയും വർക്കാവുന്നുണ്ടായില്ല. ആരോ ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നു, എങ്ങനെയോ ആയി, എന്നിട്ട് അവസാനം ആകുമ്പോൾ പുള്ളി വന്ന് കസേരയിൽ ഇരിപ്പുണ്ട്. ഇതാണ് പരിപാടി. ഫാമിലി, പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ വില്ലനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് പ്രത്യേക കഴിവുള്ള വില്ലനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവൻ പക്ഷേ ഷൂ എന്ന് പറഞ്ഞില്ലാതായിപ്പോയി. ജസ്റ്റ് നോ എന്താണ് ക്രേവൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ കാണാവുന്ന ഒരു പടം. പക്ഷേ അത് തിയേറ്ററിൽ പോയി കാശ് കളയണമെന്ന് ഞാൻ പറയില്ല. ഇതിൻ്റെ ഒരു 8 മിനിറ്റോളം വരുന്ന വീഡിയോ ക്ലിപ്പ്, ഇതിൻ്റെ തുടക്കത്തിലെ സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഒഫീഷ്യലി ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു, ഈ ആൾക്കാർ ജമ്പ് ചെയ്യുക, വന്ന് ലാൻഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഫിസിക്സ് ഉണ്ട്. അതായത് ലോജിക്കലി ഇവരെല്ലാം ചെയ്യുന്നത് കറക്റ്റാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഒരു മനുഷ്യൻ വന്ന് വീഴുമ്പോൾ, അയാൾ ലാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ചാടി കയറുമ്പോൾ ബോഡി മൂവ്മെൻറ്റ്സും ആ ലാൻഡിങ് ഫോഴ്സും ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. അത് അവർ വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, കുറച്ച് പഴയ പടം, അതൊക്കെ പോലെ ഫീൽ ചെയ്തു. അതായത് ആ സമയത്തുള്ള ഗ്രാഫിക്സ്, ഈ വന്ന് വീഴുന്നതും നടക്കുന്നതും അതിൻ്റെ ഒരു ഫിസിക്സും കാര്യങ്ങളും പിന്നെ ഗ്രാഫിക്സ് കാണിക്കുന്നതൊക്കെ ആ ലെവലിൽ ഔട്ട്ഡേറ്റഡ് പരിപാടിയായിട്ടാണ് ഈ സിനിമയിൽ ഫീൽ ചെയ്തത്. അതായത് സാധാരണ നമ്മൾ എന്തെങ്കിലും പോസിറ്റീവ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ, പക്ഷേ ഇത് ഒരു കാര്യമില്ലാതെ വെറുതെ തിയേറ്ററിൽ വരുന്നവരെയൊക്കെ ന്യൂ ഇയറൊക്കെ അല്ലേ അനുഭവിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. അത്രയധികം അമർഷം എൻ്റെ ഉള്ളിലുണ്ടാക്കി എന്തവരീ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്തായാലും ഇനി നല്ലൊരു സിനിമ കാണണം, നല്ല പഞ്ചുള്ള ഏതെങ്കിലും ഒരു പടം ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ന്യൂ ഇയറൊക്കെ അല്ലേ, ഒരു ചാർജ് വേണ്ടേ, അപ്പം നല്ല ഏതെങ്കിലും പടം കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.